ഹായ് എവരി വൺ, വെൽക്കം ടു മൈ മേക്കപ്പ് വ്ളോഗ്. അപ്പോൾ ഇന്നൊരു മേക്കപ്പ് ചെയ്യാമെന്ന് ഓർത്തെ സെൽഫായിട്ടാണ് ഒരുങ്ങുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എൻ്റെ ഈ വ്ളോഗിൽ കാണാം. ഓണം വരുമല്ലേ, അപ്പോൾ സെൽഫായിട്ട് ഓണം ലുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് ഓർത്തെ. അപ്പോൾ എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സൊക്കെ ഞാനിവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് ടേബിളിൽ. എൻ്റെ ഈ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഇങ്ങനെ ഫ്രീലാൻസായിട്ട് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഞാൻ എല്ലാവർക്കും ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. സെൽഫായിട്ട് ഇന്ന് വരെ ഞാൻ ഒരുങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം. എൻ്റെ ഈ ഡസ്കി ടോണാണ്. ഈ ഡസ്കി സ്കിന്നിൽ എങ്ങനെയാവും സെൽഫായിട്ട് ചെയ്യുന്നതും ഞാൻ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ആണ്. അതുമാത്രമല്ല ഹെയർ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യണം, നമുക്ക് സാരി സെറ്റ് ചെയ്യണം, മേക്കപ്പും സെറ്റാക്കിയിട്ട് ഫൈനൽ ലുക്ക് നമ്മൾ എന്തായാലും നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് ടോണർ ചെയ്യാം, പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മേക്കപ്പിൻ്റെ പ്രൊസീജിയറൊക്കെ നമുക്ക് ചെയ്യാവേ. നമ്മൾ ടോണർ അടിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഒരു 1 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യണം. നമ്മൾ ഓരോരോ സ്റ്റെപ്പ് ചെയ്യുമ്പം വെയിറ്റ് ചെയ്തിട്ട് വേണം ഓരോരോ ക്രീമും നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ടോണർ ചെയ്തു, ഒന്ന് 1 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇതൊന്ന് ഒബ്സർവ് ആവണം. എന്നിട്ട് നമുക്ക് മോയ്സ്ചറൈസർ ഇടാം, പ്രൈമർ ഇടാം, അങ്ങനെ സ്റ്റെപ്പായിട്ട് ഇടാവേ. അപ്പോൾ ഇത് ഞാനിവിടെ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ എന്ന് പറയുമ്പം പ്ലമ്പാണ്, പ്ലമ്മിൻ്റെയാണ്. ഇതെല്ലാം സ്കിൻ ടോൺ പറ്റും. എൻ്റെ സ്കിൻ ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ സ്കിന്നാണ്. നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഇട്ട ടോണർ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ ഇടാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ മേക്കപ്പ് വ്ളോഗ്, അതും വ്ളോഗ് ചെയ്യുന്നത്. എനിക്കിങ്ങനെ ഒന്ന് വ്ളോഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഇതിന് ടൈം കിട്ടിയത്. അപ്പോൾ ഇനി നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മതി ഇനി അടുത്ത് എങ്ങനത്തെയൊക്കെ വ്ളോഗാണ് വേണ്ടതെന്ന്. ഇപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കാണുന്നവർക്കറിയാം, ഞാൻ എല്ലാ ടൈപ്പ് വ്ളോഗ് ചെയ്യുന്നതാണ്. ട്രാവലാണെങ്കിലും ഫുഡാണെങ്കിലും ലൈഫ് സ്റ്റൈലാണെങ്കിലും ഞാൻ എപ്പോഴും ഇടുന്നതാണ്. എനിക്കിങ്ങനെ ഒന്നായിട്ട് ഞാൻ ഇപ്പോൾ ഒരു ടോപ്പിക്കായിട്ട് മാത്രമല്ല വ്ളോഗ് ചെയ്യുന്നത്. എൻ്റെ ലൈഫ് സ്റ്റൈൽ ഫുള്ളും ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് മേക്കപ്പിൻ്റെ വ്ളോഗ് ചെയ്യാമെന്ന് ഓർത്തട്ടോ. നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. അതൊന്നും ഇതാവട്ടെ, ഒബ്സർവ് ആവട്ടെ, ഒന്ന് 1 മിനിറ്റ്. ഇതൊന്ന് ഒബ്സർവ് ആയിട്ട് നമുക്ക് പ്രൈമർ ഇടാം. ഞാൻ ഈ പ്രാവശ്യം പ്രൈമർ എടുക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെയാണ്. ഇതെൻ്റെ ഇത്. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. എന്നിട്ട് തന്നെ നമ്മളിപ്പോൾ പ്രൈമറാണ് എടുക്കുന്നത്. പ്രൈമറിന് ഞാൻ കയ്യിൽ കുറച്ച് ഇടുകയാണ്. കുറച്ച് പ്രൈമർ മതി. നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്യുമ്പോഴുണ്ടല്ലോ, നമ്മൾ ഫേസിൽ മാത്രം ഫോക്കസ് ചെയ്യരുത്, നമ്മുടെ ഈ നെക്കിനും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ എല്ലാവർക്കും ചെയ്ത് കൊടുക്കുമ്പോഴാണേലും ഞാൻ പഠിച്ചിട്ടുള്ളതും നമ്മളിപ്പോൾ ഫുൾ ഫേസിൽ ഇടണം, ആ കൂട്ടത്തിൽ നെക്കിലിടണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര വൃത്തികേടാവും. നമ്മൾ മുഖം മാത്രം മേക്കപ്പ് ചെയ്തിട്ട് കഴുത്തിലെല്ലാം ഈ ഡാർക്ക്നെസ് കയറി നിൽക്കും, അതായിരിക്കും. ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ മുഖത്താണെങ്കിലും ഫേസിനാണെങ്കിലും ഒന്നിച്ചിടാൻ എല്ലാവരും നോക്കുക. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ, പക്ഷേ എൻ്റെ ബ്ലോഗിൽ എൻ്റെ കാണുന്ന വ്യൂസറിന് വേണ്ടിയിട്ട് പറയണം. ഇപ്പം എല്ലാവർക്കും ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നോളജ് എല്ലാവർക്കും ഉള്ളതാണ്. ഞാൻ പ്രൈമർ ഇട്ടു. നമ്മുടെ നമ്മൾ പ്രപ്പ് ഉണ്ടല്ലോ, അത് കറക്റ്റ് ബേസായിട്ട് ഇടുമ്പോൾ, കറക്റ്റായിട്ട് നമ്മൾ പ്രപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മേക്കപ്പ് അടിപൊളിയായിരിക്കും. ഇതന്നെ പ്രൈമർ ഇട്ടിട്ടുണ്ട് ഏകദേശം. ഇനിയിപ്പോൾ നമുക്ക് എനിക്കിവിടെ കുറച്ച് ഡാർക്ക് സ്പോട്ടുണ്ട്, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കളർ കറക്റ്റ് ചെയ്യാം.
അപ്പം അതുണ്ടായ ഞാൻ എടുക്കുന്ന കൺസീൽ പാലറ്റ് എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഓറഞ്ച് കൊടുക്കാതെ, എനിക്കിവിടെ അത്യാവശ്യം കറുത്ത പാടുണ്ട്. ഇവിടെ ഇതുണ്ടോ, ഇവിടെയൊക്കെ എനിക്കുണ്ട്. അധികം കൂടുതലും നമ്മൾ ഈ ഓറഞ്ച് ഇടുകയാണെങ്കിലുണ്ടല്ലോ ഭയങ്കര എടുത്ത് നിൽക്കും മേക്കപ്പ് ഇട്ട് കഴിയുമ്പോൾ. കുറച്ചിട്ടാൽ മതി. ഇവിടെയൊക്കെ ഉണ്ട്, കുറച്ചിട്ടാൽ മതി. കൂടുതൽ എനിക്ക് ഈ ഒരു ഭാഗത്താണ് കണ്ടോ കറുത്ത പാട് വരുന്നത്. ഒക്കെ നമുക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ബ്രഷസ് ഉള്ളവർക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ ഓറഞ്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടി ബ്ലെൻഡർ ഇട്ടിട്ടാണെങ്കിലും നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ഈവനായിട്ട് കിടക്കും. ഇല്ലെങ്കിൽ അവിടെ എൻ്റെ ഒരു സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾ അടുത്തൊരു ഫേഷ്യൽ വ്ളോഗ് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കൊരു ഫേഷ്യൽ വ്ളോഗ് ചെയ്യാം. ഇത് ബ്ലെൻഡ് ചെയ്ത് നല്ലപോലെ കൊടുക്കാം. ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഈ ഓറഞ്ച് കൊടുത്തു, ഇനി ഇതും കൂടി ഒന്ന് കറക്റ്റ് ചെയ്യണം. ഇതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് കൺസീലറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ഇതേ കൺസീലർ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ ഒരു ഡാർക്ക് സ്പോട്ടൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഫൗണ്ടേഷനൊക്കെ നമുക്കിടണം, ഇനി ഇടാനുണ്ട്. ഇപ്പോൾ ചെയ്തേക്കുന്ന കളർ കറക്റ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഞാനിത് ചെയ്യുമ്പോൾ സെറ്റിംഗ് സ്പ്രേയും കൂടി ഇടുവേ. സെറ്റിംഗ് സ്പ്രേ ഇടാം. ഇതൊന്ന് ഇരിക്കണം, ഒരു 1 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ സെറ്റിംഗ് സ്പ്രേ. എന്നിട്ട് നമുക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ അതുപോലെ സെറ്റായിട്ട് നമ്മൾ ചെയ്ത കൺസീലിങ് അങ്ങനെ ഇടുന്നു. ഹെയർ സ്റ്റൈലിൻ്റെ ഒരു ഐഡിയ ഇല്ല, നമുക്കിനി നോക്കാം. മേക്കപ്പ് കഴിയട്ടെ. ഞാൻ എപ്പോഴും കൺസീലിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫൗണ്ടേഷനൊക്കെ നമുക്ക് ഇടണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്നത് ആദ്യം ഐ മേക്കപ്പും ഐബ്രോ മേക്കപ്പും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യത്തുള്ളേ. അപ്പോൾ നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാനായിട്ട് എടുക്കാം. ഞാനൊരു ന്യൂഡ് ഷെയ്ഡാണ് ഇടുന്നത്, ഡാർക്ക് ഷെയ്ഡ് ഇടുന്നില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ബ്രഷസൊക്കെ എടുക്കാം. എനിക്ക് ഈ പർപ്പിൾ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്, നമുക്കത് ക്രിയേറ്റ് ചെയ്യാവേ. നമുക്കിനി ഐബ്രോ സെറ്റ് ചെയ്യാവേ. ഐഷാഡോ ഞാൻ ലൈറ്റായിട്ട് ഇട്ടിട്ടുണ്ട്, ഒരു പർപ്പിൾ ഷെയ്ഡ് പോലെ. ഇനി നമുക്ക് ഐബ്രോയും കൂടി ഇട്ടിട്ട് നമുക്ക് കണ്ണ് എഴുതാം. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഐബ്രോ പാലറ്റാണ്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു ഐബ്രോ ഷേപ്പ് സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ എടുക്കുന്നത് ലൈറ്റ് ബ്രൗൺ ആണ്. ബ്ലാക്ക് എടുത്താൽ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ഭയങ്കരമായിട്ട് തോന്നും, ഒറിജിനാലിറ്റി തോന്നിക്കത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് എടുക്കാത്തത്. ഇപ്പം ഈ ബ്ലാക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക്. ഒന്നാമത് ഞാൻ ത്രെഡ് ഏത് ഷേപ്പായിട്ടിരിക്കുന്നതാണ്. ഇതിന് മേലിൽ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. ബ്ലാക്ക് വേണ്ട, ബ്ലാക്ക് ഇട്ടാൽ ഭയങ്കര കോമഡിയാവും. പിന്നെ എനിക്കിവിടെ ഐബ്രോയിൽ ഇവിടെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തേക്കുന്നതുകൊണ്ട് എനിക്കിങ്ങനെ ഷേപ്പിലാണ് കേട്ടോ ഇരിക്കുന്നത്. പക്ഷെ എനിക്കത് കളയുന്ന ഇഷ്ടമല്ല. എനിക്കിത് ഐബ്രോ ഓക്കെ. ഇനി നമുക്കൊന്ന് ഇത് ചെയ്ത് നോക്കാം.
ഓക്കെ, ഇനി നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. ഫൗണ്ടേഷൻ ഇടുന്ന മുന്നേ നമുക്ക് കണ്ണ് എഴുതി കണ്ണ് സെറ്റ് ചെയ്യണം. ഞാൻ ലാഷസ് ലെൻസ് വെക്കുന്നില്ല, ഞാൻ സെൽഫായിട്ട് റെഡി ആവുന്നതുകൊണ്ട് ഞാനത് വെക്കുന്നില്ല, എനിക്ക് അതിനോട് താല്പര്യമില്ല. നമുക്ക് ഐലൈനറും കാജലും നമുക്കിടാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഐ ജെല്ല് മെബിലിൻ്റെ ആണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിട്ട് കൊടുക്കാം, ഐലൈനർ ഇടാം. വാട്ടർ പ്രൂഫാണ്. എനിക്കിങ്ങനെ കണ്ണ് ബോൾഡായിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. പേഴ്സണലി എനിക്ക് താല്പര്യമുണ്ട്, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാവേ. നമ്മൾ കണ്ണ് എഴുതിയിട്ടുണ്ട്, വാലിട്ട് എഴുതിയിട്ടാണ് അത് എഴുതിയേക്കണേ. ഇനി നമുക്ക് മസ്കാര നല്ലപോലെ ഇട്ട് കൊടുക്കാം. മസ്കാര നമ്മൾ ലാഷസ് ഇടാത്തതുകൊണ്ട് നല്ലപോലെ മസ്കാര ഇട്ട് ഇതാക്കി. നമ്മൾ ഐ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ. ഇനി കൺസീലറും ഫൗണ്ടേഷനും കൂടി ഒന്നും കൂടി ഇട്ടിട്ട് നമുക്ക് സെറ്റാക്കാമേ. ഇനി ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഫൈനലി ഫൗണ്ടേഷനും കൺസീലറും എല്ലാം കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതേൻ്റെ സെറ്റിംഗ് സ്പ്രേയും കൂടി ഒന്നുകൂടെ അടിച്ചിട്ട് ഇതേൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ പാലറ്റുണ്ട്. ഇനി നമുക്ക് എൻ്റെ ഫേസിന് കറക്റ്റായിട്ടുള്ള ഒരു ഷെയ്ഡ് നോക്കിയിട്ട് നമുക്കിടാം. ഇതിൽ ലിപ് ഷെയ്ഡിൽ എനിക്ക് കൂടുതലും ഇഷ്ടം ഡാർക്ക് ഷെയ്ഡാണ്, മെറൂൺ. അത് ഇതിൽ ഇല്ല, നമുക്കത് എടുക്കാം. അതിന് മുന്നേ ഇവിടെ ഷെയ്ഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് മുന്നേ നമുക്ക് ഇതിട്ട് കൊടുക്കാം, ലിപ്പ് ലൈനർ ഇട്ട് കൊടുക്കാമേ. ലിപ്പ് ലൈനർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ് ഷെയ്ഡ് ഇടാം. ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് ഇടുന്നത്. വളരെ നമ്മൾ ലിപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ ഫൈനലി നമ്മൾ ഇതെല്ലാം ഇട്ടല്ലോ, നമുക്ക് ഫിക്സിങ് സ്പ്രേ ഇട്ട് കൊടുക്കാം. ഫുള്ളും ഇത്ര മതി. ലൂസ് പൗഡർ എടുത്ത് വെക്കാം. ഇനി നമുക്ക് ഇത് വിടാവേ, ബ്ലഷും ഹൈലൈറ്റും. നമുക്ക് ബ്ലഷ് എനിക്കങ്ങനെ വലിയ താല്പര്യമില്ല, എന്നാലും നമുക്ക് ബ്ലഷ് ഇടാം. വലിയ പിങ്കിഷ് വേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അധികം വേണ്ട. ഹൈലൈറ്റ് ഇടാം. ഞാൻ ബ്ലഷും ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഫിക്സിങ് സ്പ്രേ. ഫൈനലി പൊട്ട് വെക്കാം. നമ്മൾ ഒരു റെഡ് ബ്ലൗസാണ് ഇടുന്നത്, അപ്പോൾ അതിന് മാച്ചായിട്ട് നമ്മൾ ഫേസിൽ കോമ്പാക്റ്റ് ലൂസ് പൗഡറെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഹെയർ സ്റ്റൈലിലോട്ട് പോകാം. നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന മുന്നേ സിറം ഇടാം. നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന മുന്നേ
സെറം തേക്കുന്നൊന്നുമല്ല. എൻ്റെ ടാങ്കിൾസ് എല്ലാം കളഞ്ഞു. നമുക്ക് ടാങ്കിൾസ് ഒക്കെ കളഞ്ഞു. ഇനി സെക്ഷൻ എടുത്തിട്ട് ക്രിമ്പിങ് ചെയ്യാം. നമുക്കിങ്ങനെ സെക്ഷൻ ക്ലിപ്പ് ഇട്ടിട്ട് സെക്ഷനായിട്ട് വെക്കാം. നമുക്കിനി ക്രിമ്പിങ് ചെയ്യണേ. അപ്പോൾ ക്രിമ്പിങ് ഞാൻ ഓണാക്കിയിട്ടില്ല, ഓണാക്കാം. കുറച്ച് സെക്ഷൻ എടുത്താൽ മതി, എന്നാലേ ഉള്ളൂ നമുക്ക് നല്ല രീതിക്ക് ക്രിമ്പിങ് കിട്ടും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സെൽഫായിട്ട് എല്ലാം ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെതായ കുറച്ച് മിസ്റ്റേക്സ് കാണും. ഞാനിങ്ങനെ ഒരുങ്ങിയിട്ടുമില്ല ഹെവി മേക്കപ്പൊക്കെ ചെയ്തിട്ടേ. അങ്ങനെ നമ്മൾ ക്രിമ്പിങ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏത് ഹെയർ സ്റ്റൈൽ ചെയ്യുമെന്ന് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. നോക്കാം. നമുക്ക് എക്സ്റ്റൻഷൻ വെക്കാം. കേളി എക്സ്റ്റൻഷൻ വെക്കണം. ഒരു ഐഡിയ ഇല്ല, നമുക്ക് നോക്കാം. ഇത് അത്യാവശ്യം നീളമുണ്ട്, നമുക്കിത് വെക്കാം. അപ്പം ഞാനിതൊന്ന് ചീവി റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എക്സ്റ്റൻഷൻ ആണെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത്. അപ്പോൾ അത് നോക്കാം. എനിക്ക് ഹെയർ സ്റ്റൈൽ അങ്ങനെ കിട്ടുമ്പോൾ സെൻറ്റർ പാർട്ടീഷൻ എടുക്കുന്നതാണ് ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് സെൻറ്റർ പാർട്ടീഷൻ തന്നെ എടുക്കാം. അപ്പോൾ എനിക്ക് ഹെയർ അമ്മയാണ് കെട്ടിത്തരുന്നത്. എനിക്ക് ബാക്കിലോട്ട് കൈ പോകാൻ പാടായിട്ട് അമ്മയാണ് കേട്ടോ കെട്ടിത്തരുന്നത്. എക്സ്റ്റൻഷൻ വെക്കുന്നുണ്ട്. അനിയത്തി പോയി പൂ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. ഇനി സാരിയൊക്കെ ചെയ്യാനുണ്ട്, സാരിയും കൂടി ഉടുത്തിട്ട് നമുക്ക് കാണാം. അങ്ങനെ സാരി ഉടുത്തു. പൂ ഇങ്ങനെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. ബാക്കിൽ ഇങ്ങനെയാണ് പൂ വെച്ചേക്കുന്നത്. അത് കുറച്ച് ടൈറ്റാക്കാം. പറയില്ല, അതോടെ സൈഡിൽ ഇവിടെ നിന്ന് നടക്കുക, ഫ്രണ്ടിലെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നടക്കുക. ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളെല്ലാവരും പറയണേ. എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ. എന്തോ അപ്പോൾ വെച്ചരാവേ. പാച്ചുകുട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ. ഹേ ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പറയട്ടടാ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേന്ന് പറഞ്ഞേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞേ. സപ്പോർട്ട് ചെയ്യണമെന്ന് പറ. ഇങ്ങനെ ഇങ്ങോട്ടോ. ഹേ ഗായ്സ്, ഞാൻ എൻ്റെ കുഞ്ഞും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എന്ന് പറ. അപ്പൊ എന്നെ ഗായ്സ് അത്ര ടാറ്റ പറ. ടാറ്റ പറ. ടാറ്റ.
ഉണ്ണി വാവായോ? അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാനിവിടെ കാണിക്കാം. എൻ്റെ മേക്കപ്പിൻ്റെ പേജാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ബ്രൈഡൽ വർക്ക് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.